തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും ചൂടേറുകയാണ്. കരൂരിലെ ദുരന്തത്തിൽ 41 പേർ മരിച്ചതിന്റെ പിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ താളം പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. സിനിമാ നടനും TVK നേതാവുമായ വിജയിയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. വിജയ് BJP-യിലേക്കോ അതോ AIDMK-യിലേക്കോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകരും ജനങ്ങളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കരൂരിലെ ദാരുണ ദുരന്തം വിജയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. സെപ്റ്റംബർ 27-ന് വിജയ് നയിച്ച TVK-യുടെ റാലിക്കിടെ ഉണ്ടായ തിരക്കിലായിരുന്നു 41 പേരുടെ ജീവൻ നഷ്ടമായത്. സംഭവം തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ദുരന്തത്തിന്റെ പേരിൽ വിജയ് CBI അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ മദ്രാസ് ഹൈക്കോടതി അത് നിരസിക്കുകയും കേസ് നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും വ്യക്തമാക്കിയിരുന്നു. ഈ ദുരന്തത്തിന് പിന്നാലെ വിജയ് രാഷ്ട്രീയമായും മാനസികമായും വലിയ സമ്മർദ്ദത്തിലാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ BJP വിജയിയെ സമീപിക്കാനുള്ള ശ്രമം ശക്തമാക്കിയിരിക്കുകയാണ്. തമിഴ്നാടിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി മുരളീധർ മോഹോൾ വിജയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനായി രംഗത്ത് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച രഹസ്യ കൂടിക്കാഴ്ചയ്ക്കുള്ള ശ്രമം നടന്നെങ്കിലും സംസ്ഥാന ഇന്റലിജൻസ് അതറിഞ്ഞതോടെയാണ് വിജയ് ഈ നീക്കം ഉപേക്ഷിച്ചതും ഫോണിൽ ബന്ധപ്പെട്ടതും. വിജയ് ദുരിതബാധിതരുമായി വാട്സ്ആപ്പ് വീഡിയോ കോൾ വഴി സംസാരിക്കുകയും നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം രാഷ്ട്രീയ പക്വതയുടെ സൂചനകളായി വിലയിരുത്തപ്പെടുന്നുവെങ്കിലും BJP-യുടെ നീക്കങ്ങൾ കൂടുതൽ ആഴമുള്ളതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. വിജയ് BJP-യിലേക്ക് ചേർന്നാൽ തമിഴ്നാട്ടിൽ പാർട്ടിക്ക് പുതിയ പ്രതീക്ഷകൾ ഉണ്ടാകും. കേന്ദ്ര നേതൃത്വവും അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഉയർന്ന അഭിപ്രായം. എന്നാൽ ഇതേ സമയം അണ്ണാ DMK-യും വിജയെ സമീപിക്കുന്നതിൽ പിന്നിലല്ല. എടപ്പാടി പളനിസ്വാമി തന്നെ വിജയുമായി ഫോണിൽ അരമണിക്കൂറോളം സംസാരിച്ചിരുന്നു. MK സ്റ്റാലിനെയും DMK-യെയും തോൽപ്പിക്കാനായി ഒന്നിക്കണമെന്ന് പളനിസ്വാമി വിജയിയോട് അഭ്യർത്ഥിച്ചെന്നാണ് നിലവിലെ വിവരം. വിജയ് ഈ ക്ഷണം തള്ളിയിട്ടില്ലെന്നാണ് അത്ഭുതകരമായ മറ്റൊരു വസ്തുത. മാത്രമല്ല, പൊങ്കലിനു ശേഷം ഇതിൽ മറുപടി നൽകാം എന്നതാണ് വിജയ് നൽകിയ മറുപടി. ഈ സാഹചര്യത്തിൽ വിജയുടെ രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കുമെന്നാണ് തമിഴ്നാട് ജനത ഉറ്റുനോക്കുന്നത്. വിജയ് അണ്ണാ DMK-യിലേക്കാണോ അടുക്കുന്നത് എന്നതും ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. പളനിസ്വാമിയുടെ സമീപനം വിജയെ ഒരു രാഷ്ട്രീയ പങ്കാളിയാക്കാൻ തയ്യാറാകുന്നുവോ എന്ന സംശയം ശക്തമാക്കുന്നു. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ അവസ്ഥ അതീവ സങ്കീർണമാണ് നിലവിൽ. ഒരു വിഭാഗത്ത് BJP വിജയിയെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നു, മറുവശത്ത് അണ്ണാ DMK-യും ആകർഷിക്കാൻ ശ്രമിക്കുന്നു. വിജയ് ഏത് വഴിയിലേക്കാണ് പോവുക എന്നത് ഇപ്പോൾ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചോദ്യമാണ്. വിജയ് BJP-യിലേക്ക് ചേർന്നാൽ തമിഴ്നാട്ടിൽ വലിയ തരംഗമുയരാൻ സാധ്യതയുണ്ട്. എന്നാൽ അണ്ണാ DMK-യിലേക്ക് പോയാൽ അവിടെ ശക്തമായ പരമ്പരാഗത വോട്ട് ബാങ്ക് അദ്ദേഹത്തിന് പിന്തുണയായി ലഭിക്കുമെന്നതും വസ്തുതയാണ്. കരൂർ ദുരന്തം രാഷ്ട്രീയമായി തമിഴ്നാട്ടിൽ വലിയ ഭൂകമ്പം സൃഷ്ടിച്ചു. വിജയ് നിലവിൽ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. BJP-യും അണ്ണാ DMK-യും ഒരുപോലെ അദ്ദേഹത്തെ എത്തിപ്പിടിക്കാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ വിജയ് തനിക്ക് എന്താണ് അനുയോജ്യമെന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. ജനങ്ങളുടെയും ആരാധകരുടെയും വികാരങ്ങളെ പിന്നിൽ നിർത്തി വിജയ് ഏത് വഴിക്കാണ് നീങ്ങുക? BJP-യുടെ ദേശീയ മുഖമാകുമോ വിജയ്, അതോ അണ്ണാ DMK-യുടെ പ്രാദേശിക കരുത്താകുമോ? ഈ ചോദ്യത്തിന് മറുപടി ലഭിക്കുമ്പോഴേക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഭൂപടം പൂർണ്ണമായും മാറിയിരിക്കാം.